കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എംബ്രോയിഡറിയും പഞ്ച് നീഡിലും രണ്ടും ഡിഫറെൻ്റ് ആർട്ടാണ് കേട്ടോ. ഈ നീഡിൽ തന്നെ നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. നമ്മളെ ത്രെഡിന്റെ വലുപ്പം അനുസരിച്ചും ഹോൾ എത്രത്തോളം പഞ്ച് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചും. ഇനി ത്രെഡ് നോക്കാം. ഞാൻ നോർമൽ എംബ്രോയിഡറി ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബിഗിനർ എന്ന നിലയിൽ ഇത് മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഫഷണൽ വർക്കൊക്കെ ചെയ്യണം എന്നാണെങ്കിൽ അതേപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ യാണ് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി കട്ടിയുള്ള നൂല് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പഞ്ച് നീഡിലും കുറച്ചും കൂടി വലുത് വാങ്ങിക്കണം. 3.5 mm ഒക്കെ, അതായത് ആ ഹോൾ കുറച്ചുകൂടി വലുതാണ് നമ്മുടെ ത്രെഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ. ഇനി സിസേഴ്സ് നമ്മൾ പേപ്പർ സിസേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് എംബ്രോയിഡറി സിസേഴ്സ് ആണ്. ഇതിന്റെ അറ്റം നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൂപ്സ് ഒക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ത്രെഡ് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ സിസേഴ്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എംബ്രോയിഡറി സിസേഴ്സ് ആണ്. ക്ലോത്ത് ഞാൻ നോർമൽ എംബ്രോയിഡറി കോട്ടൺ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോങ്സ് ക്ലോത്ത് ആണ് ഇതിന് യൂസ് ചെയ്യുക. പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ ഇത് മതി. നമ്മൾ ഹോൾ പഞ്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടാത്ത രീതിയിലുള്ള ക്ലോത്ത് ആയാൽ മതി. പിന്നെ നമുക്ക് എംബ്രോയിഡറി ഹുപ്പാണ് വേണ്ടത്. ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ.